നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു. പാപ്പി കാർ ഋതുനന്ദയുടെ ഗേറ്റിന് മുന്നിലെത്തിച്ചു. ഗേറ്റ് പുറത്തുനിന്ന് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഹോൺ അടിച്ചപ്പോൾ ഇന്ത്യവരത്തിൽ നിന്ന് സെക്യൂരിറ്റി നടരാജൻ അങ്ങോട്ട് ചെന്നു. ആരാ? ഋഷിയുടെ വീട് ഇതല്ലേ? ദേവസി മറുചോദ്യം കൊടുത്തു. അതെ, പക്ഷേ ആള് സ്ഥലത്തില്ല. അവിടെ ചോദിച്ചാൽ അറിയാം. അയാൾ ഇന്ത്യവരത്തിലേക്ക് കൈ ചൂണ്ടി. വണ്ടി മുന്നോട്ടെടുക്കാൻ ദേവസി പാപ്പിക്ക് നിർദ്ദേശം കൊടുത്തു. നടരാജൻ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നുകൊടുത്തു. കാർ ഇന്ത്യവരത്തിന് മുന്നിൽ നിന്നു. തന്നെ വിശാഖനോ അളകയ്ക്കോ അറിയില്ലെന്ന് ദേവസിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഋഷി എവിടെയാണെന്ന് അറിയുകയാണ് ലക്ഷ്യം. അയാൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അളക വാതിൽ തുറന്ന് സിറ്റൗട്ടിൽ ഇറങ്ങി. ദേവസിയെ കണ്ടതും അളകയുടെ മുഖത്ത് വിവിധ വികാരങ്ങളുടെ ഒരു സ്ഫോടനം തന്നെ ഉണ്ടായി. അപ്പച്ചൻ ഇവിടെ? ദേവസി പകച്ചുപോയി. എന്നെ മനസ്സിലായോ? ശിശിരയുടെ അപ്പച്ചനല്ലേ? ഫോട്ടോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വെട്ടിൽ വീണത് ദേവസി അറിഞ്ഞു. അപ്പച്ചൻ വരൂ. ഇനി പിന്തിരിഞ്ഞിട്ട് കാര്യമില്ലെന്ന് ദേവസിക്ക് മനസ്സിലായി. അയാൾ അകത്തേക്ക് ചെന്നു. സോഫയിൽ അപ്പു ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പച്ചൻ ഇരിക്കെ. കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് വീർപ്പുമുട്ടലോടെ ഇരുന്നു. നിന്റെ ഭർത്താവില്ലേ? പുറത്തുപോയി. ശിശിരയുടെയും ക്രിസ്റ്റിയുടെയും വിവാഹം കഴിഞ്ഞു അല്ലേ? ആ, അവരിപ്പോൾ ഈ സിറ്റിയിൽ തന്നെയുണ്ട്, ക്രിസ്റ്റിയുടെ വീട്ടിൽ. ദേവസിയുടെ സ്വരത്തിൽ അഭിമാനം തുടിച്ചു. അളകയ്ക്ക് അത് പുതിയ അറിവായിരുന്നു. നന്ദൂട്ടി? അവൾ എൻ്റെ ഒപ്പമാണ്. ഞാൻ വന്നത് അയാളെ അന്വേഷിച്ചാണ്, ഋഷിയെ. അളകയുടെ കണ്ണുകളിൽ ഒരു പിടച്ചിലുണ്ടായി. ബന്ധം ഒഴിഞ്ഞെങ്കിലും ചില പ്രശ്നങ്ങളുണ്ട്. എനിക്ക് അയാളെ ഒന്ന് കാണണം. എങ്ങും തൊടാതെ ദേവസി പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല. കുറേ കാലം ആ വീട്ടിലുണ്ടായിരുന്നു. പിന്നീട് ഒരു ലോഡ്ജിലേക്ക് മാറി. ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുപോലും. അവൾ ഒന്ന് വിതുമ്പി. പ്രവൃത്തി നല്ലതായിരുന്നില്ലല്ലോ. ദേവസി പരിഹസിച്ചു. ഋഷി ഒരു പാവമായിരുന്നു. സ്നേഹിക്കാൻ മാത്രമറിയുന്ന പാവമനുഷ്യൻ. എല്ലാത്തിനും കാരണക്കാരൻ എൻ്റെ ഭർത്താവായിരുന്നു. ആ മനുഷ്യൻ്റെ സ്വാർത്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് ഋഷിയുടെയും ശിശിരയുടെയും ജീവിതം തകർന്നുപോയത്. ദേവസി പുച്ഛത്തോടെ ചിരിച്ചു കളഞ്ഞു. എൻ്റെ മകളുടെ ജീവിതം ഇപ്പോഴാണ് സുരക്ഷിതമായത്. നിലയ്ക്കും വിലയ്ക്കുമൊത്ത ഒരു ബന്ധം അവൾക്കും കിട്ടി. സുഖത്തിലും സന്തോഷത്തിലുമാണ് അവൾ കഴിയുന്നത്. അപ്പച്ചൻ വിശ്വസിക്കുന്നത് തെറ്റായിരുന്നുവെന്ന് മനസ്സിലാവുന്ന ഒരു ദിവസമുണ്ടാവും. നല്ലവനെന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ക്രിസ്റ്റിക്ക് മറ്റൊരു മുഖമുണ്ട്. പകയും പണത്തോടുള്ള ത്വരയും മുഴുത്ത ഒരു ചെകുത്താൻ്റെ മുഖം. ദേവസി ക്ഷുഭിതനായി എഴുന്നേറ്റു. നിർത്ത്. നീ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് ബോധമുണ്ടോ? അവൾ പതറിയില്ല. അപ്പച്ചൻ കേൾക്കണം. ശിശിരയും ക്രിസ്റ്റിയും വിവാഹിതരാവുന്നെന്ന വാർത്തയറിഞ്ഞ് ഋഷി ക്രിസ്റ്റിയെ കാണാൻ പോയിരുന്നു. നന്ദൂട്ടിയെ തനിക്ക് തരുമോ എന്ന് യാചിച്ച്. അന്നാണ് ക്രിസ്റ്റിയുടെ യഥാർത്ഥ മുഖം ഋഷി തിരിച്ചറിഞ്ഞത്. ശിശിരയോട് അടങ്ങാത്ത പകയുമായി അയാൾ കഴിയുകയായിരുന്നു. അപ്പോഴാണ് ഇക്സി എന്ന ആയുധം അയാൾക്ക് കിട്ടിയത്. എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഋഷിയാണെന്ന കാര്യം തൻ്റെ വിശ്വസ്തരിലൂടെ ശിശിരയുടെ ചെവിയിൽ എത്തിച്ചത് അയാളായിരുന്നു. അവളുടെ കുടുംബജീവിതം തല്ലിത്തകർക്കാൻ അയാൾ നല്ലവനെന്ന് ചമഞ്ഞ് ഒടുവിൽ അവളുടെ വിശ്വാസം നേടിയെടുത്തു. ഒടുവിൽ അയാൾ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കുകയും ചെയ്തു. അസംബന്ധം പുലമ്പരുത്, ദേവസി ആക്രോശിച്ചു. പരമമായ സത്യം ഇതാണ്. ശിശിരയോട് പക വീട്ടാനും അവളുടെ സ്വത്ത് കൈവശപ്പെടുത്താനുമാണ് ശിശിരയെ കൈയേൽക്കാൻ പോകുന്നതെന്ന് അയാൾ ഋഷിയുടെ മുന്നിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. എല്ലാം സ്വന്തമാക്കി സ്റ്റേറ്റ്സിലേക്ക് കടക്കാനാണ് അയാളുടെ പ്ലാൻ. പച്ചക്കള്ളം. ദേവസിയുടെ കണ്ണുകളിൽ നിന്ന് തീ വമിച്ചു. അവൾ നൊമ്പരത്തോടെ മന്ദഹസിച്ചു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പച്ചൻ ഒരു കാര്യം ഓർക്കണം. ശിശിരയേക്കാൾ വലിയ ചതിയിൽപ്പെട്ടവളാണ് ഞാൻ. ഒരു കുഞ്ഞിനു വേണ്ടി ആരുടെയെങ്കിലും ബീജം സ്വീകരിക്കാൻ മാത്രം അധപതിച്ചവളല്ല ഞാൻ. ദത്തെടുക്കാൻ പോലും ഞാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെയുള്ള എന്നെ എൻ്റെ ഭർത്താവും നിസ്സഹായനാണെങ്കിൽ കൂടി ഋഷിയും ചേർന്ന് ചതിക്കുകയായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ എന്തിന് കള്ളം പറയണം? അളക അപ്പുവിനെ എടുത്തു. അപ്പച്ചന് വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ മകൻ്റെ നെറുകയിൽ കൈവച്ച് സത്യം ചെയ്യാം. അളക അവൻ്റെ ശിരസിൽ കൈവച്ചു. ഇവൻ്റെ പെറ്റമ്മയാ ഞാൻ.
അപ്പച്ചൻ വിശ്വസിക്കണം. ക്രിസ്റ്റി പക വീട്ടാനാണ് ശിശിരയെ സ്വീകരിച്ചത്. ദേവസി ആടിയുലഞ്ഞുപോയി. ശിശിര എനിക്ക് കൂടപ്പിറപ്പായിരുന്നു. ഒരിക്കലും ഞാൻ അവളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞാൻ വീണതിനേക്കാൾ വലിയ ചതിക്കുഴിയിൽ അവൾ വീണു. അപ്പച്ചൻ അവളോട് ചോദിച്ചു നോക്ക്, ക്രിസ്റ്റിക്കൊപ്പമുള്ള ജീവിതം സന്തുഷ്ടമാണോ എന്ന്. ദേവസിയുടെ നെഞ്ചിനുള്ളിൽ ഒരു ചൂണ്ടക്കുളത്ത് ഉടക്കി വലിച്ചു. ശിശിരയുടെ കണ്ണുകളിൽ അലയടിച്ച നിസ്സഹായതയും ഉള്ളിലടക്കിപ്പിടിച്ച വിങ്ങലും അയാൾ ഓർത്തു. കർത്താവേ, പ്രതികാരമായിരുന്നോ അവൻ്റെ ഉന്നം? തനിക്ക് ചതി പിണഞ്ഞോ? അവളുടെ മുഴുവൻ സ്വത്തുക്കളും അവൻ്റെ പേരിലായി കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് ഒരു കുഞ്ഞിക്കാലി കാണാൻ മോഹിച്ച് സ്വാർത്ഥത കാണിച്ചു. അതുവെച്ച് 2 കുടുംബം ചവിട്ടിയരച്ചവൻ്റെ കയ്യിൽ അപ്പച്ചൻ മകളെയും പിടിച്ചു കൊടുത്തു. വിയർപ്പിൽ കുതിർന്ന് ദേവസി കുഴഞ്ഞ് സെറ്റിയിൽ വീണു. കർച്ചീഫെടുത്ത് ദേവസി മുഖവും കഴുത്തും തുടച്ചു. ശരീരം പിന്നെയും വിയർക്കുകയാണ്. അയാളൊരു പാവമായിരുന്നു. ആത്മഹത്യക്കൊരുങ്ങി എൻ്റെ ഭർത്താവ് ട്രാപ്പിൽപ്പെടുത്തുകയായിരുന്നു. ഭാര്യയെ ഇത്രമേൽ സ്നേഹിച്ച ഒരു ഭർത്താവ് എൻ്റെ അറിവിലില്ല. ദേവസി എല്ലാം ഉൾക്കൊള്ളുന്നു എന്നത് അവളെ അത്ഭുതപ്പെടുത്തി. ആ പാരവശ്യം കണ്ട് അവൾ പറഞ്ഞു, ഞാൻ കുടിക്കാനെടുക്കാം. അവൾ അകത്തേക്ക് പോകാൻ ഭാവിച്ചു. വേണ്ട. ദേവസി എഴുന്നേറ്റു. ഞാൻ പറഞ്ഞതൊന്നും ഇനി ശിശിര അറിയാതിരിക്കുന്നതാ നല്ലത്. ഋഷിക്കൊപ്പമുള്ള അവളുടെ ജീവിതം തകർക്കണമെന്ന ഉദ്ദേശമേ ഒരുപക്ഷെ ക്രിസ്റ്റിക്കുണ്ടാവൂ. ഇതായിരിക്കാം വിധി, അവൾ കൂട്ടിച്ചേർത്തു. ദേവസി പുറത്തേക്ക് നടന്നു. അപ്പുവിനെയും എടുത്ത് അവൾ സിറ്റൗട്ടിൽ വന്നു നിന്നു. ദേവസി കയറിയ കാർ റോഡിലൂടെ മറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞാണ് വിശാഖൻ വന്നത്. അയാൾ ഹാളിൽ പ്രവേശിച്ചപ്പോൾ അളക ഒരു കപ്പ് ചായയുമായി വന്നു. ആരാ വന്നത്? നടരാജൻ പറഞ്ഞു. ചായക്കപ്പ് വാങ്ങിയിട്ട് അയാൾ ചോദിച്ചു. ശിശിരയുടെ അപ്പച്ചൻ. ചുണ്ടിലേക്ക് കൊണ്ടുപോയ കപ്പ് വിശാഖൻ താഴ്ത്തി. ദേവസിയോ? ആ. അവൾ ഇരുന്നു. സ്തബ്ധനായി വിശാഖൻ അവളെ ഉറ്റുനോക്കി. ഋഷിയേട്ടനെ അന്വേഷിച്ചാ വന്നത്. അവിടെ ആളില്ലെന്ന് മനസ്സിലാക്കിയിട്ടാ ഇവിടെ കയറിയത്. കപ്പ് താഴെ വെച്ചിട്ട് വിശാഖൻ പതുക്കെ ഇരുന്നു. കാരണമൊന്നും പറഞ്ഞില്ല. ബന്ധം അവസാനിപ്പിച്ചെങ്കിലും വേറെയും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിച്ചത്. ഋഷിയേട്ടനും ശിശിരയും തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാവാം. ഊഹം വെച്ച് അവൾ പറഞ്ഞു. വിശാഖൻ കുറേ നേരം നിശബ്ദനായി ഇരുന്നു. അങ്ങനെ ആവില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ദേവസിയെപ്പോലൊരു കോടീശ്വരൻ അങ്ങനെ കണക്ക് പറയാൻ വരില്ല. മറ്റെന്തോ കാര്യമുണ്ട്. അപ്പു വന്നപ്പോൾ അളക അവനെ എടുത്ത് മടിയിൽ വെച്ചു. ശിശിരയും ക്രിസ്റ്റിയും തിരിച്ചു വന്നിട്ടുണ്ട്. പേരൂർക്കടയിലെ അയാളുടെ വീട്ടിലുണ്ട്. നന്ദൂട്ടിയെ കൊണ്ടുവന്നിട്ടില്ല. അവൾ ആലിംഗല. ശിശിര അവളെ കൂടെ കൊണ്ടുപോരാത്തത് അത്ഭുതം തന്നെ. കയ്യിൽ നിന്ന് വഴുതിയിറങ്ങിയ അപ്പുവിനെ വിട്ടുകൊണ്ട് അളക പറഞ്ഞു. ഇനിയൊരു പക്ഷേ നന്ദൂട്ടിയെ ഋഷിക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ച ദേവസി വന്നതെങ്കിലോ? വിശാഖൻ അളകയെ നോക്കി. അളക തമാശ കേട്ടതുപോലെ ചിരിച്ചു കളഞ്ഞു. ശിശിരയെ ഇനിയും മനസ്സിലായില്ലേ? ഋഷിയെ കണ്ടെത്താൻ നോക്കാം, കാര്യമറിയാമല്ലോ. വിശാഖൻ അപ്പോൾ തന്നെ ഋഷി താമസിച്ചിരുന്ന കിള്ളിപ്പാലത്തിനടുത്തുള്ള ലോഡ്ജിലേക്ക് പുറപ്പെട്ടു. ഋഷി അവിടെ നിന്ന് താമസം മാറിപ്പോയെന്നാണ് അറിയാനായത്. എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വിശാഖന് നിരാശയൊന്നും തോന്നിയില്ല. എവിടെയായാലും ഋഷിയെ കണ്ടുപിടിക്കാനാവുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. 5 മണിയോടെ സാഫല്യം ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിലൂടെ കടന്നുപോയപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന വെളുത്ത മാരുതി കണ്ണിൽപ്പെട്ടു. നമ്പർ പ്ലേറ്റിൽ നോക്കിയപ്പോൾ വിശാഖൻ്റെ മുഖം വിടർന്നു. ഋഷിയുടെ കാർ. ട്രാഫിക് പ്രശ്നമുള്ളതിനാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. വിശാഖൻ യു-ടേൺ എടുത്ത് വന്നു. മാരുതിക്ക് പിന്നിൽ അയാൾ വണ്ടി നിർത്തി. ഋഷിയുടെ കാർ ഇളകി തുടങ്ങിയിരുന്നു. കൈയടിച്ചുകൊണ്ട് വിശാഖൻ മാരുതിയുടെ പിന്നാലെ ഓടി. മുന്നിൽ നിന്ന് ആരോ ചൂണ്ടിക്കാണിച്ചപ്പോൾ കാർ നിന്നു. വിശാഖൻ ഓടിച്ചെന്നു. എന്താ? ഒരു യുവതിയുടെ മുഖം പുറത്തേക്ക് നീണ്ടു. ഓടിയെത്തിയ വിശാഖൻ ഒന്ന് പകച്ചു. പെട്ടെന്ന് അയാൾ മുന്നോട്ട് ചെന്ന് കാർ നോക്കി. അതെ, ഋഷിയുടെ കാർ തന്നെ. ഇത് ഋഷി എന്നൊരാളിൻ്റെ വണ്ടിയല്ലേ? അയാൾ യുവതിയോട് ചോദിച്ചു. അവളുടെ നോട്ടത്തിൽ അയവ് വന്നു. ഞങ്ങൾ കുറച്ച് ദിവസം മുൻപ് സെക്കൻഡ് ഹാൻഡായി വാങ്ങിയതാ ഈ വണ്ടി. നിങ്ങൾ പറഞ്ഞ ആളിനെ എനിക്കറിയില്ല. ഋഷി വണ്ടി വിറ്റുവെന്ന് വിശാഖന് മനസ്സിലായി. അയാളെ അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ.
കൂടുതൽ വിവരങ്ങൾ അച്ഛൻ അറിയാം. അച്ഛൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ എഞ്ചിനീയർ ആണെന്ന് പറയുന്നത് കേട്ടു. ദക്ഷിണാമൂർത്തി സാറിൻ്റെ മോളാണോ? പെട്ടെന്ന് വിശാഖൻ ചോദിച്ചു. അതെ. അവൾ ചിരിച്ചു. കുട്ടി പോയിക്കോളൂ, ഞാൻ മൂർത്തി സാറിനെ കാണാം. കാർ അയാളെ കടന്നുപോയി. ഋഷി വണ്ടി വിറ്റത് മൂർത്തിക്കാണ്. ഋഷി എവിടെയുണ്ടെന്ന് ഒരുപക്ഷെ അയാൾക്കറിയാനാവും. കാറിൽ കയറിയിട്ട് വിശാഖൻ മൂർത്തിയുടെ സെല്ലിൽ വിളിച്ചു. സ്വിച്ച് ഓഫ് എന്നൊരു മറുപടിയാണ് വന്നത്. മൂർത്തി സ്ഥലത്തുണ്ടെങ്കിൽ വൈകുന്നേരം ടെന്നീസ് ക്ലബ്ബിൽ ഉണ്ടാവുമെന്നത് തീർച്ച. വിശാഖൻ കാർ വെള്ളയമ്പലത്തേക്ക് വിട്ടു. ടെന്നീസ് കോർട്ടിൽ വിയർത്ത് കുളിച്ചു നിൽക്കുന്ന മൂർത്തിയെ വിശാഖൻ ദൂരെ നിന്നേ കണ്ടു. കളി കഴിയുന്നത് വരെ അയാൾ കാത്തു നിൽക്കാൻ തീരുമാനിച്ചു. വിശാഖനെ കണ്ടപ്പോൾ മൂർത്തി കളി നിർത്തി കയറി വന്നു. ജിജ്ഞാസ ആ മുഖത്ത് പ്രതിഫലിച്ചു. എന്നെ കാണാനാണോ വിശാഖൻ വന്നത്? അതെ. മൂർത്തി ടവലെടുത്ത് മുഖവും കഷണ്ടി കയറിയ ശിരസ്സും തുടച്ചുകൊണ്ട് നടന്നു. നിങ്ങൾ എന്നെ മറന്നിട്ടുണ്ടാവുമെന്നാണ് കരുതിയത്. എന്താ, ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ? മൂർത്തി താല്പര്യത്തോടെ ആരാഞ്ഞു. അതല്ല സർ, ഞാൻ ഋഷിയെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോഴാ അവൻ്റെ കാർ സ്വാമി വാങ്ങിയതായി അറിഞ്ഞത്. മൂർത്തി നിന്നു. കഴിഞ്ഞ സൺഡേ ഈവനിങ്ങിൽ ഋഷി എന്നെ കാണാൻ വീട്ടിൽ വന്നു. പ്രശ്നങ്ങളൊക്കെ തണുത്തപ്പോൾ ജോലിയിൽ തുടരാനുള്ള ഉദ്ദേശവുമായാണ് വന്നതെന്നാണ് ഞാൻ കരുതിയത്. വണ്ടി ഞാൻ വിലയ്ക്ക് വാങ്ങണമെന്ന അഭ്യർത്ഥനയുമായിട്ടായിരുന്നു അയാളുടെ വരവ്. എനിക്ക് മാരുതി പോലൊരു കാറിൻ്റെ ആവശ്യം തീരെയില്ലായിരുന്നു. 50,000 രൂപയാണ് ഋഷി ആവശ്യപ്പെട്ടത്. ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ ഞാൻ കൊടുത്തു. അവൻ എങ്ങോട്ടാ പോയതെന്ന് സ്വാമിയോട് പറഞ്ഞോ? ഉവ്, ഒരു ദേശാടനത്തിന് പോകുന്നെന്ന് പറഞ്ഞു. ഉത്തരേന്ത്യയിലെ ചില സ്ഥലങ്ങളുടെ പേരുകളും പറഞ്ഞു. അയാളിപ്പം കർണാടകം കടന്നിട്ടുണ്ടാവും. വിശാഖൻ തീർത്തും ഹതാശനായി. എൻ്റെ വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്താണ് ഋഷി വന്നത്. ഏറെ നേരം സംസാരിച്ചിരുന്നു. നിങ്ങളെപ്പറ്റി ഓഫീസിൽ എന്തെല്ലാം നിറം പിടിപ്പിച്ച കഥകളാണെന്നോ പടർന്നത്. ഋഷി പറഞ്ഞപ്പോഴാ സത്യങ്ങൾ മനസ്സിലായത്. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. വിശാഖൻ വിരലമർത്തി കണ്ണീർ പൊടിച്ചു. ഡോക്ടർ ക്രിസ്റ്റഫർ ആണല്ലോ നിങ്ങളെ ചതിച്ചത്. അയാൾ ഋഷിയുടെ ഭാര്യയെ സ്വന്തവുമാക്കി. കുനിഞ്ഞു നിന്ന വിശാഖൻ്റെ ചുമലിൽ മൂർത്തി കൈവച്ചു. ചതിച്ചവനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം വിശാഖ. ഒരു കുഞ്ഞിക്കാല് കാണാൻ മോഹിച്ചാണ് നിങ്ങളത് ചെയ്തത്. ചികിത്സിച്ച് ഡോക്ടർ എത്തിക്സ് മറന്നു. അത് വെച്ച് അവൻ വൃത്തികെട്ട രീതിയിൽ കളിച്ചു. അന്യൻ്റെ ഭാര്യയെ തൻ്റേതാക്കി. അവനെ വെറുതെ വിടരുത്. നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കപ്പെട്ടതുപോലെ അവനും നാണം കെടണം. ഇനി ആ തൊഴിലിന് അവൻ അർഹനല്ല. കടുത്ത സ്വരത്തിൽ മൂർത്തി പറഞ്ഞു. വിശാഖൻ അയാളെ അമ്പരപ്പോടെ നോക്കി. സ്വാമിയുടെ തലച്ചോറിൽ ചാണക്യതന്ത്രങ്ങളാണെന്ന് പണ്ടേ അറിവുള്ളതാണ്. അതെങ്ങനെ സാധിക്കും സ്വാമി? ഹോസ്പിറ്റലിൽ റെക്കോർഡുകളിൽ ഡോക്ടർ ക്രിസ്റ്റഫർ ട്രീറ്റ്മെൻറ്റിന് സ്വീകരിച്ച സ്പേം നിങ്ങളുടേതാണല്ലോ. അതെ, എല്ലാ രേഖകളിലും കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണ്. വിശാഖൻ ആവേശത്തോടെ പറഞ്ഞു. മൂർത്തി വല്ലാതൊന്ന് ചിരിച്ചു. കവിളുകൾ വീർത്തപ്പോൾ കണ്ണുകൾ കുറുകി. എന്തു വേണമെന്ന് ഞാൻ പറഞ്ഞു തരാം. താൻ വാ. പാർക്ക് ചെയ്തിരുന്ന കാറിനടുത്തേക്കാണ് മൂർത്തി നീങ്ങിയത്. കാറിനുള്ളിൽ നിന്ന് ഒരു കുപ്പി വെള്ളമെടുത്ത് അയാൾ പകുതിയോളം കുടിച്ചു. ജിജ്ഞാസ അടക്കാനാവാതെ വിശാഖൻ നിന്നു. ഡോക്ടർ ക്രിസ്റ്റഫർക്കും മരിയ ഹോസ്പിറ്റലിനുമെതിരെ വിശാഖൻ വൈഫിനെ കൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്യിപ്പിക്കണം. വിശ്വാസവഞ്ചനയ്ക്ക്. നിങ്ങളുടെ സ്പേം ഉപയോഗിച്ച് ഇക്സ് ചെയ്യാമെന്ന ഉറപ്പിന്മേലാണ് നിങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിനെ സമീപിച്ചത്. അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്താമെന്ന് ഡോക്ടർ ക്രിസ്റ്റഫർ നിങ്ങൾക്ക് ഉറപ്പ് നൽകി. പക്ഷേ ഡോക്ടർ മറ്റാരുടെയോ സ്പേം ആണ് ഉപയോഗിച്ചതെന്ന് നിങ്ങൾ ഈയിടെയാണ് അറിഞ്ഞത്. അത് ഋഷിയുടേതാണെന്ന പരാമർശം ഒരിടത്തും വരാൻ പാടില്ല. ഡോക്ടർ നിങ്ങളെ ക്രൂരമായി ചതിക്കുകയായിരുന്നു. വിശാഖന് മനസ്സിലാവുന്നുണ്ടോ? മൂർത്തി കൗശലത്തോടെ ചിരിച്ചു. വിശാഖൻ്റെ മനസ്സ് തീ പിടിച്ച് തുടങ്ങിയിരുന്നു. ഉവ്വ് സ്വാമി. കേസ് കോടതിയിലെത്തുന്നതോടെ പ്രശ്നം സമൂഹ മനസാക്ഷിക്ക് മുന്നിലെത്തും. മരിയ ഹോസ്പിറ്റലിൻ്റെ അടിത്തറ ഇളകും. ക്രിസ്റ്റഫർ എന്ന നെറികെട്ട ഡോക്ടറുടെ ഭാവിയെപ്പറ്റി ഞാൻ പറയേണ്ടതില്ലല്ലോ. വിശാഖൻ അമർത്തി മൂളി. കുഞ്ഞിനെ DNA ടെസ്റ്റിന് വിധേയമാക്കാൻ കോടതി ഉത്തരവിടും. കുഞ്ഞ് നിങ്ങളുടേതല്ലല്ലോ. കോടതിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഉറപ്പായും ഡോക്ടർ ക്രിസ്റ്റഫർക്ക് പണിഷ്മെൻ്റ് കിട്ടും. ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു ലൂപ്പ് ഹോൾ കിടപ്പുണ്ടെന്ന് ബുദ്ധിമാനായ ക്രിസ്റ്റഫർ ഓർത്തു കാണില്ല.
മൂർത്തി ശബ്ദമുണ്ടാക്കി ചിരിച്ചു. വിശാഖൻ നന്ദിയോടെ അയാളുടെ കരം കവർന്നു. ഈശ്വരനാണ് എന്നെ സ്വാമിയുടെ അടുത്തെത്തിച്ചത്. അവൻ്റെ പതനം എനിക്ക് കാണണം. ഡോക്ടറുടെ കുപ്പായം അവൻ അഴിച്ചു വെക്കേണ്ടി വരും. വിശാഖൻ്റെ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. രാത്രി 8 മണി കഴിഞ്ഞാണ് ക്രിസ്റ്റഫർ വീട്ടിലെത്തിയത്. ശിശിര അത്താഴമെടുത്തു വെച്ചപ്പോൾ കുളിച്ച് വേഷം മാറി അയാൾ വന്നു. ഭക്ഷണം കഴിഞ്ഞ് മുറിയിലേക്ക് പോയി. ശിശിര ചെല്ലുമ്പോൾ ഡ്രോയിങ് റൂമിലിരുന്ന് വായിക്കുകയാണ് ക്രിസ്റ്റഫർ. മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവൾ കട്ടിലിൽ ചെന്ന് കിടന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടു. ചെരിഞ്ഞാണ് അവൾ കിടന്നിരുന്നത്. ക്രിസ്റ്റഫർ കിടന്നിട്ട് അവൾക്കടുത്തേക്ക് നീങ്ങി വന്നു. കൈ ശിശിരയുടെ അരക്കെട്ടിൽ വെച്ചു. അവളുടെ മനസ്സ് നിർവികാരമായിരുന്നു. ഉറങ്ങിയോ? ഇല്ല. ക്രിസ്റ്റഫർ അവളെ മലർത്തിക്കിടത്തി. കിടക്കയിൽ കൈമുട്ട് ഊന്നി അയാൾ അവളെ നോക്കി. ശിശിരയുടെ ദേഹം ചെറുതായി വിറകൊള്ളാൻ തുടങ്ങി. മുഖം കുനിച്ച് അയാൾ അവളുടെ കവിളിൽ ചുംബിച്ചു. മദ്യത്തിൻ്റെ രൂക്ഷമായ ഗന്ധമേറ്റതും അവളൊന്ന് പുളഞ്ഞു. ക്രിസ്റ്റി മദ്യപിച്ചോ? നടുക്കത്തോടെ അവൾ ചോദിച്ചു. അല്പം. അവൾ വേഗം എഴുന്നേറ്റിരുന്നു. സോറി, എനിക്കത് ശീലമല്ല. ഞാൻ കഴിക്കുന്ന ആളുമല്ല. അയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി. കഴിക്കുന്ന ശീലമില്ലെങ്കിൽ പിന്നെന്നാതിനാ ക്രിസ്റ്റി കഴിച്ചേ? നീരസത്തോടെ അവൾ ചോദിച്ചു. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ നീണ്ടുപോകരുതെന്ന് കരുതി. കുറ്റസമ്മതം പോലെ ക്രിസ്റ്റഫർ പറഞ്ഞു. അതിന് മദ്യപിക്കണോ? അയാൾ ദുഃഖം ഭാവിച്ചു. ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു പോകുമെന്ന് ഭയന്നിട്ടാണ് അല്പം കഴിക്കാമെന്ന് നിശ്ചയിച്ചത്. കഴിഞ്ഞ രാത്രികളിലെ പോലെ അയാളുടെ വാക്കുകൾ ഓർക്കാതിരിക്കാൻ അവൾ നടുങ്ങിപ്പോയി. ഒരു തവണ അതൊന്ന് മറന്നു കിട്ടിയാൽ മതി. എല്ലാം മറക്കാൻ മദ്യം നല്ല മെഡിസിൻ അല്ലേ? അയാൾ ചിരിച്ചു. ശിരസ് മുതൽ താഴേക്ക് രണ്ടായി പിളർന്നു മാറുന്നതുപോലെ ശിശിരയ്ക്ക് തോന്നി. താനൊരു ഉച്ഛിഷ്ടമാണെന്ന കാര്യം മറക്കാൻ വേണ്ടി മദ്യപിച്ചിട്ട് വേഴ്ചയ്ക്ക് തയ്യാറാവുക. അലച്ചു വന്ന കരച്ചിൽ അടക്കിപ്പിടിച്ച് അവൾ എഴുന്നേറ്റ് മുറി തുറന്ന് പുറത്തേക്ക് പോയി. ക്രിസ്റ്റഫർ മധുരമായൊരു ചിരിയോടെ കിടക്കയിലേക്ക് വീണു. ദേവസി നന്ദൂട്ടിയെ അരികിലേക്ക് പിടിച്ച് മുഖം കയ്യിലെടുത്ത് നെറ്റിയിൽ ഉമ്മ വെച്ചു. എൻ്റെ മോള് കരയരുത്. ഭൂമിയിൽ എവിടെയുണ്ടെങ്കിലും വല്യപ്പച്ചന് ജീവനുണ്ടേൽ നിന്റെ അച്ഛനെ കണ്ടെത്തും. കുറച്ച് ദിവസം കൂടി എൻ്റെ മോള് ക്ഷമിക്ക്. ഹൃദയത്തിൽ നിന്നാണ് ആ വാക്കുകൾ വന്നത്. അയാളോട് ഒട്ടി നിന്നപ്പോൾ അവൾ പാതി സങ്കടം മറന്നു. ദീനാമ വാതിൽക്കൽ മുഖം കാണിച്ചു. അത്താഴം ഇങ്ങോട്ടെടുക്കട്ടെ? വേണ്ട ദീനാമേ. സാജനും ബ്ലസിയും വന്നോ? സന്ധ്യയ്ക്കാ വന്നത്. മുറിയിലോട്ട് പോയി. ദീനാമ നന്ദൂട്ടിയെ നോക്കി. മോളു വാ, ഉറങ്ങണ്ടായോ? ദീനാമ പൊയ്ക്കോ, അവൾ എൻ്റെ കൂടെ കിടന്നോളും. ദീനാമയ്ക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല. അവർ അവിടെ നിന്ന് പോയി. വാതിലടച്ചിട്ട് മോള് വല്യപ്പച്ചന് കുറച്ച് വെള്ളമെടുത്ത് തന്നേ. കട്ടിലിൻ്റെ ക്രാസിയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് ദേവസി പറഞ്ഞു. അവൾ വേഗം മേശക്കരിയിലേക്ക് ചെന്ന് കമഴ്ത്തി വെച്ച ഗ്ലാസ് എടുത്ത് ജഗ്ഗിൽ നിന്ന് വെള്ളം പകർന്നു. അത് ദേവസിക്ക് കൊടുത്തു. മോള് ഇനി മുതൽ ഇവിടെയാ ഉറങ്ങുന്നത്. എന്നാ കിടക്ക്. അവൾ അയാളുടെ നീട്ടിവെച്ച കാലോട് ചേർന്ന് കിടന്നു. അലിവോടെ ദേവസി അവളെ നോക്കിയിരുന്നു. ഏറെ താമസിക്കാതെ അവൾ ഉറങ്ങുകയും ചെയ്തു. ഇരിപ്പുറയ്ക്കാതെ ദേവസി എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ മണി 10:30. ഫോണിനടുത്ത് ചെന്നിട്ട് റിസീവർ എടുത്ത് ക്രിസ്റ്റഫറിൻ്റെ സെൽ നമ്പർ കുത്തി. കുറേ നേരം ബെല്ല് കേട്ടു. റിസീവർ വയ്ക്കാൻ തുനിഞ്ഞപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ ഒച്ച കേട്ടു. ആരാ? ദേവസിയാ. എന്നതാ വിശേഷിച്ച്? ക്രിസ്റ്റഫറിൻ്റെ കുഴഞ്ഞ സ്വരം ദേവസി ശ്രദ്ധിച്ചു. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഉവ്വ്, ഉറക്കം കിട്ടാനാ. വിളിച്ചുണർത്തിയ കാര്യം അപ്പച്ചൻ ഇതുവരെയും പറഞ്ഞില്ല. ഞാനൊരു വിവരം കേട്ടു. അതിൻ്റെ സത്യസ്ഥിതി അറിയാമെന്ന് വെച്ചാ വിളിച്ചത്. ശിശിരയുടെയും ഋഷിയുടെയും കുടുംബജീവിതം തകർത്തത് നീയാണെന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. ക്രിസ്റ്റഫറിൻ്റെ ചിരി കേട്ടു. അതൊരു നല്ല കാര്യമെന്ന് കരുതി എന്നെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടല്ലേ വഴിതെറ്റിപ്പോയ മോളെ തിരിച്ചു കിട്ടിയത്? ശിശിര കേൾക്കില്ലേ ക്രിസ്റ്റി? ഭീതിയോടെ ദേവസി ചോദിച്ചു. അവൾ മറ്റൊരു മുറിയിലാ. ദേവസിയുടെ ഉള്ളൊന്ന് നടുങ്ങി. ചോദിക്കുന്നത് കൊണ്ട് ക്രിസ്റ്റി മറ്റൊന്നും ധരിക്കരുത്. അവളെ കണ്ടപ്പോൾ എന്തോ വലിയ വിഷമം അലട്ടുന്നതുപോലെ തോന്നി. സന്തോഷത്തോടെ കഴിയേണ്ട സമയമല്ലേ?
വിവാഹം വേണ്ടായിരുന്നുവെന്ന് അവൾ പറയുകയും ചെയ്തു. തമാശ കേട്ട ലാഘവത്തിൽ ക്രിസ്റ്റഫർ ചിരിച്ചു. എല്ലാം കഴിഞ്ഞുപോയില്ലേ? പോരാത്തതിന് അപ്പച്ചൻ അവളുടെ സ്വത്തുക്കൾ എനിക്ക് എഴുതിയും തന്നു. അയാൾ ഉഷ്ണിക്കാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞാനായിട്ട് അവളെ വേണ്ടാന്ന് വയ്ക്കത്തില്ല. അവളെ മാത്രം. കുഞ്ഞിനെ വിട്ടേരെ. കോൾ കട്ടായി. അസ്ത്രപ്രജ്ഞനായി ദേവസി നിന്നുപോയി. താൻ കരുതിയതിനേക്കാൾ പ്രശ്നം സങ്കീർണമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ദേവസി കിടക്കയിൽ വന്നിരുന്നു. അവൻ്റെ മുഖം വ്യക്തമായി തുടങ്ങിയിരിക്കുന്നു. കർത്താവേ, തൻ്റെ മകൾ, അവൾ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ. രാവിലെ തിരുവനന്തപുരത്ത് പോകണം. കിതപ്പോടെ ദേവസി ബെഡിലേക്ക് ചാഞ്ഞു. പുറത്ത് കിളികളുടെ കലവില ശബ്ദം കേട്ടാണ് നന്ദൂട്ടി കണ്ണു തുറന്നത്. മുറിയിൽ വെളിച്ചമെത്തിയിരുന്നു. അവൾ പതുക്കെ എഴുന്നേറ്റു. ദേവസി കണ്ണുകളടച്ച് ശാന്തതയോടെ കിടക്കുന്നത് അവൾ കണ്ടു. വല്യപ്പച്ചാ, എഴുന്നേറ്റ്, ദേ നേരം വെളുത്തു. ദേവസിയിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. വല്യപ്പച്ചാ. അവൾ മുഖത്ത് കൈവച്ചു. പിന്നെ കയ്യിൽ പിടിച്ചു. സാധാരണ സ്പർശനമായിരുന്നില്ല അവൾക്ക് അനുഭവപ്പെട്ടത്. ഒരു ഉൾഭയം അവളെ ഗ്രസിച്ചു. ഓടിച്ചെന്ന് അവൾ വാതിൽ തുറന്നു. അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു കരഞ്ഞു. അയ്യോ, എൻ്റെ വല്യപ്പച്ചൻ വിളിച്ചിട്ട് കണ്ണു തുറക്കുന്നില്ല. നിലവിളി കേട്ട് അടുത്ത മുറിയിൽ നിന്ന് സാജൻ ഓടി വന്നു. എന്നടി? അവൻ ആക്രോശിച്ചു. എൻ്റെ വല്യപ്പച്ചൻ കണ്ണു തുറക്കുന്നില്ല. സാജൻ ശക്തിയായെന്ന് നടുങ്ങി. വാതിൽക്കൽ നിന്ന് നിലവിളിക്കുന്ന നന്ദൂട്ടിയെ പിടിച്ച് തള്ളിയിട്ട് അവൻ അകത്തേക്ക് ഓടിച്ചെന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ ആ സത്യം അറിഞ്ഞു. കൈ എടുത്തപ്പോൾ തണുത്തു മരവിച്ചു കഴിഞ്ഞിരുന്നു. മുറിയിലേക്ക് ബ്ലസ്സിയും ദീനാമയും ഓടി വന്നു. എന്നതാ? സാജൻ വിറങ്ങലിച്ച മുഖവുമായി തിരിഞ്ഞു. കഴിഞ്ഞു, അപ്പച്ചൻ പോയി. സാജൻ താഴെ വന്ന് സെറ്റിയിലിരുന്ന് ഫോൺ എടുത്തു. ആദ്യം അറക്കിലേക്ക് വിളിക്ക്, അവൾ നിർദ്ദേശിച്ചു. സാജൻ വിറയ്ക്കുന്ന വിരൽ കുത്തി അറക്കലേക്ക് തന്നെ വിളിച്ചു. ബ്ലസ്സിയുടെ അപ്പച്ചൻ പാപ്പച്ചൻ്റെ പരുക്കൻ സ്വരമെത്തി. ഞാനാ സാജൻ. അവൻ്റെ ഒച്ച വിറ പൂണ്ടു. എന്നതാ മോനെ? അപ്പച്ചൻ പോയി. സാജൻ ഇടറി. ഈശോയെ, എപ്പോ? രാവിലെ ആ കൊച്ചിൻ്റെ കരച്ചിൽ കേട്ടാ ഞങ്ങൾ അറിയുന്നത്. ആ കൊച്ച് എങ്ങനെ അറിഞ്ഞു? സംശയത്തോടെ പാപ്പച്ചൻ ആരാഞ്ഞു. അപ്പച്ചൻ്റെ ഒപ്പാ അത് ഉറങ്ങിയത്. വിവരം മറ്റാരെയെങ്കിലും അറിയിച്ചോ? ഇല്ല. ഞാൻ വന്നിട്ടു മതി മരണം വിവരം പുറത്തറിയിക്കാൻ. അതിനു മുമ്പ് ആ കൊച്ചിൻ്റെ കാര്യത്തിലൊരു തീരുമാനമെടുക്കണം. മറുതലയ്ക്കൽ ഫോൺ വെച്ചു. രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സെൽമ റോയ്സ്.